നമസ്കാരം. സ്പോർട്സ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മത്സരങ്ങൾ തുടരുമ്പോഴും വേണ്ടത്ര ആവേശം വന്നിട്ടില്ല. വമ്പന്മാർ പരാജയവും വിജയവും ഒരുപോലെ നുണയുകയാണ്. വോളി ഫാമിലി ക്ലബ് സംഘടിപ്പിച്ച വോളിബോൾ ടൂർണമെന്റിൽ കേരള പോലീസിനും KCBക്കും വിജയം. കായികരംഗത്തെ സമഗ്ര വിശേഷങ്ങളിലേക്ക്. ആദ്യം IPL വിശേഷങ്ങൾ. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 27 റൺസ് വിജയം. 198 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ രാജസ്ഥാൻ 170 റൺസിന് ഓൾ ഔട്ടായി. കഴിഞ്ഞ കളിയിൽ ഡക്കാനെതിരെ നേടിയ അവിശ്വസനീയ വിജയത്തിന്റെ ആവേശവുമായാണ് മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് തുടങ്ങിയത്. മുംബൈയുടെ തുടക്കം അത്ര നന്നായിരുന്നില്ല. ഈ സീസണിൽ രാജസ്ഥാനു വേണ്ടി കന്നി മത്സരം കളിക്കാനിറങ്ങിയ ഓസ്ട്രേലിയൻ വെറ്ററൻ സ്പിന്നർ ബ്രാഡ് ഹോഗ് രോഹിത് ശർമ്മയെ പുറത്താക്കി. 4 സിക്സറും 6 ബൗണ്ടറിയും ഉൾപ്പെടെ 33 പന്തിൽ 64 റൺസ് എടുത്ത കീറോൺ പൊള്ളാർഡാണ് മുംബൈ നിരയിൽ തിളങ്ങിയത്. റായിഡു മുംബൈക്ക് വേണ്ടി 47 റൺസ് എടുത്തു. നിശ്ചിത 20 ഓവറിൽ മുംബൈ 6 വിക്കറ്റിന് 197 റൺസാണ് എടുത്തത്. അമിത് സിംഗും ബ്രാഡ് ഹോഗും രാജസ്ഥാനു വേണ്ടി 2 വിക്കറ്റ് വീതം വീഴ്ത്തി. 198 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ റോയൽസിന് ആദ്യ ഓവറിൽ ക്യാപ്റ്റൻ രാഹുൽ ദ്രാവിഡിനെ നഷ്ടമായി. മുനാഫ് പട്ടേലാണ് ദ്രാവിഡിനെ പുറത്താക്കിയത്. 3-ാം വിക്കറ്റിൽ രഹാനെയും ഒവൈഷയും ചേർന്ന് 82 റൺസ് കൂട്ടിച്ചേർത്തു. രഹാനെ 40 റൺസും ഒവൈഷ 76 റൺസും എടുത്ത് പുറത്തായി. പിന്നീട് വന്ന ആർക്കും കാര്യമായി സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. 19.4 ഓവറിൽ 170 റൺസിന് രാജസ്ഥാൻ ഓൾ ഔട്ടായി. മുംബൈ നിരയിൽ കീറോൺ പൊള്ളാർഡ് 4 വിക്കറ്റും മുനാഫ് പട്ടേൽ 3 വിക്കറ്റും മലിംഗ 2 വിക്കറ്റും വീഴ്ത്തി. കീറോൺ പൊള്ളാർഡാണ് മത്സരത്തിലെ കേമൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് രാജകീയ വിജയം. ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ 5 വിക്കറ്റിനാണ് ധോണിയും കൂട്ടരും തകർത്തത്. സീസണിലെ തന്നെ ഏറ്റവും മികച്ച ടോട്ടലാണ് ചിദംബരം സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ചെന്നൈക്കെതിരെ പടുത്തുയർത്തിയത്. എന്നാൽ കുട്ടി ക്രിക്കറ്റിന്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ടാണ് ധോണിയും കൂട്ടരും വിജയം പിടിച്ചെടുത്തത്. 206 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ മഞ്ഞപ്പട 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ബാംഗ്ലൂരിനെ മറികടന്നത്. അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ ടീം വർക്കിന്റെ മികവിലായിരുന്നു ചെന്നൈയുടെ വിജയം. കൂറ്റൻ ടാർഗറ്റിന് മുന്നിൽ പതറാതെയാണ് ചെന്നൈ ബാറ്റ്സ്മാൻമാർ ബാംഗ്ലൂർ ബൌളിംഗ് നിരയെ നേരിട്ടത്. ഓപ്പണർ ഡൂപ്ലസിന്റെയും നായകൻ ധോണിയുടെയും മികവുറ്റ പ്രകടനങ്ങളാണ് ചെന്നൈയുടെ വിജയത്തിൽ നിർണായകമായത്. അവസാന 18 പന്തിൽ ജയിക്കാൻ 50 റൺസ് വേണ്ടിയിരുന്ന ചെന്നൈയുടെ വിജയം ഉറപ്പാക്കിയത് ആൽബി മോർക്കലിന്റെ തകർപ്പൻ ബാറ്റിംഗ് ആയിരുന്നു. 7 പന്തിൽ 3 സിക്സറും 2 ഫോറും ഉൾപ്പെടെ 28 റൺസാണ് മോർക്കൽ അടിച്ചെടുത്തത്. 3 വിക്കറ്റ് വീഴ്ത്തിയ മുത്തയ്യ മുരളീധരൻ മാത്രമാണ് ബാംഗ്ലൂർ ബൌളിംഗ് നിരയിൽ ശോഭിച്ചത്. നേരത്തെ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂർ ക്രിസ് ഗെയിലിന്റെയും വിരാട് കോഹ്ലിയുടെയും മായങ്ക് അഗർവാളിന്റെയും വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ സീസണിലെ ഏറ്റവും ഉയർന്ന സ്കോർ കണ്ടെത്തി. ഗെയിൽ 56 പന്തിൽ 68 റൺസും കോഹ്ലി 46 പന്തിൽ 57 റൺസും നേടി. ചെന്നൈക്ക് വേണ്ടി ബോളിഞ്ചർ 3 വിക്കറ്റ് വീഴ്ത്തി. അർദ്ധ സെഞ്ചുറി നേടിയ ചെന്നൈയുടെ ഡ്യൂപ്ലസിസ് ആണ് കളിയിലെ കേമൻ. രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് കൊൽക്കത്ത തോൽപ്പിച്ചു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 131 റൺസ് എടുത്തു. 31 റൺസ് എടുത്ത ഒവൈസ്റ്റായുടെയും 28 റൺസ് എടുത്ത ദ്രാവിഡിന്റെയും 24 റൺസ് എടുത്ത ഗോസ്വാമിയുടെയും മികവിലാണ് റോയൽസ് പൊരുതാവുന്ന സ്കോർ നേടിയത്. 4 ഓവറിൽ 17 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് വീഴ്ത്തിയ ഷക്കീബ് അൽ ഹസനാണ് രാജസ്ഥാന്റെ റണ്ണൊഴുക്കിനെ തടയിട്ടത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്ത 19.2 ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു. റോയൽസ് ബൌളർമാരുടെ കൃത്യതയാർന്ന ബൌളിംഗാണ് റൈഡേഴ്സിന്റെ വിജയം അവസാന ഓവർ വരെ നീട്ടിയത്. 31 റൺസ് എടുത്ത ജാക്ക് ആലിസും 29 റൺസ് എടുത്ത മൻവീന്ദർ ബിസ്ലയും 24 റൺസ് എടുത്ത തിവാരിയും കൊൽക്കത്തയ്ക്ക് വേണ്ടി മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചു. 10 പന്തിൽ 16 റൺസും റോയൽസിന്റെ 3 മുൻനിര വിക്കറ്റുകളും വീഴ്ത്തിയ ഷക്കീബ് അൽ ഹസനാണ് കളിയിലെ കേമൻ. IPL-ൽ പഞ്ചാബ് കിങ്സിന് കന്നി വിജയം. പൂനെ വാരിയേഴ്സിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഗില്ലിയും കൂട്ടരും ആദ്യ വിജയം ആഘോഷിച്ചത്.
ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് 11 പൂനെ വാരിയേഴ്സിനെ ബാറ്റ് ചെയ്യാനയക്കുകയായിരുന്നു. തകർച്ചയോടെയായിരുന്നു വാരിയേഴ്സിന്റെ തുടക്കം. 51 റൺസ് എടുക്കുമ്പോഴേക്കും പൂനെക്ക് 4 വിക്കറ്റുകൾ നഷ്ടമായി. 31 റൺസ് എടുത്ത മിഥുൻ മൻഹാസ് മാത്രമാണ് പൂനെ നിരയിൽ ചെറുത്തുനിന്നത്. 19 ഓവറിൽ 115 റൺസ് എടുക്കുമ്പോഴേക്കും പൂനെ ബാറ്റ്സ്മാൻമാർ ഓൾ ഔട്ടായി. 5 വിക്കറ്റ് എടുത്ത മസ്കരാനസ് ആണ് പൂനെയെ ചുരുട്ടിക്കെട്ടിയത്. ഹർമിത് സിംഗ് 2 വിക്കറ്റും ചൗള 1 വിക്കറ്റും വീഴ്ത്തി. 116 റൺസ് വിജയ ലക്ഷ്യവുമായി ബാറ്റിംഗിന് ഇറങ്ങിയ കിങ്സ് 11 സ്കോർ തുറക്കും മുമ്പേ പോൾ വാൾത്താട്ടിയെ നഷ്ടമായി. അശോക് ദിൻഡെയാണ് പോൾ വാൾത്താട്ടിയെ പുറത്താക്കിയത്. ഇതിനുശേഷം ഷോൺ മാർഷും ഗിൽക്രിസ്റ്റും ചേർന്ന് പഞ്ചാബിന്റെ സ്കോർ ഉയർത്തി. 21 റൺസ് എടുത്ത് ഗില്ലി പുറത്തായി. ഷോൺ മാർഷിന്റെ മികവിൽ പഞ്ചാബ് 17.4 ഓവറിൽ ലക്ഷ്യം കണ്ടു. മാർഷ് പുറത്താകാതെ 64 റൺസ് നേടി. മസ്കരാനസ് ആണ് കളിയിലെ കേമൻ. Makes the bowler feel better, and that's found the gap. That'll be 4. Terrific night. Weather's not good enough to the bat. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പൂനെ വാരിയേഴ്സിന് 7 വിക്കറ്റിന്റെ വിജയം. ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ചെന്നൈക്ക് ഭേദപ്പെട്ട തുടക്കമാണ് മുരളി വിജയും ഡ്യൂപ്ലസിസും ചേർന്ന് നൽകിയത്. ഓപ്പണിംഗ് വിക്കറ്റിൽ ഇരുവരും 43 റൺസ് കൂട്ടിച്ചേർത്തു. സ്വന്തം അക്കൗണ്ടിൽ 8 റൺസ് നേടിയപ്പോൾ മുരളി വിജയ് കൂടാരം കയറി. പിന്നീട് വന്ന നായകൻ ധോണിയുടെയും സുരേഷ് റെയ്നയുടെയും രവീന്ദ്ര ജഡേജയുടെയും മികവിലാണ് ചെന്നൈ ഈ സീസണിലെ കുഞ്ഞന്റെയുമായ പൂനെക്കെതിരെ ഭേദപ്പെട്ട സ്കോർ നേടിയത്. ധോണി 26ഉം റെയ്ന 20 റൺസ് നേടി. 26 പന്തിൽ 4 4ഉം 2 6ഉം അടക്കം 44 റൺസ് എടുത്ത ജഡേജയാണ് ചെന്നൈക്ക് മാന്യമായ സ്കോർ നേടിക്കൊടുത്തത്. നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് 155 റൺസ് നേടിയത്. കൃത്യതയാർന്ന ബൌളിംഗിലൂടെ പൂനെ ബൌളർമാർ ചെന്നൈയുടെ റൺവേട്ടയ്ക്ക് തടയിട്ടു. പൂനെയ്ക്ക് വേണ്ടി രാഹുൽ ശർമ്മ 3 ഓവറിൽ 16 റൺസ് വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിംഗ് തുടങ്ങിയ പൂനെ വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 56 പന്തിൽ 76 റൺസ് എടുത്ത ജെസി റൈഡറും 22 പന്തിൽ 44 റൺസ് എടുത്ത സ്റ്റീവൻ സ്മിത്തുമാണ് പൂനെയുടെ വിജയശില്പികൾ. റൈഡറാണ് കളിയിലെ കേമൻ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ പഞ്ചാബ് കിങ്സ് 11 വിജയം. 2 റൺസിനാണ് കൊൽക്കത്ത പരാജയപ്പെട്ടത്. ഈഡൻ ഗാർഡൻസിൽ ടോസ് നേടിയിട്ടും ഫീൽഡിംഗ് തെരഞ്ഞെടുക്കാനായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നായകൻ ഗംഭീറിന്റെ തീരുമാനം. തകർച്ചയോടെയാണ് പഞ്ചാബ് കിങ്സ് 11 ബാറ്റിംഗ് തുടങ്ങിയത്. ഫോം കണ്ടെത്താൻ പാടുപെടുന്ന ക്യാപ്റ്റൻ ഗിൽക്രിസ്റ്റിനെ സുനിൽ നരൈൻ പുറത്താക്കി. ഷോൺ മാർഷിനെയും നരൈൻ പവലിയനിലേക്ക് അയച്ചു. നരൈൻ ബൌളിംഗ് മികവ് തുടർന്നപ്പോൾ പഞ്ചാബ് ബാറ്റ്സ്മാൻമാർ സ്കോർ ചെയ്യാൻ നന്നേ ബുദ്ധിമുട്ടി. നിശ്ചിത 20 ഓവറിൽ പഞ്ചാബ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 134 റൺസിൽ ഒതുങ്ങി. 38 റൺസ് എടുത്ത മൻദീപ് സിംഗും 32 റൺസ് എടുത്ത ഡേവിഡ് ഹസിയുമാണ് പഞ്ചാബ് നിരയിൽ തിളങ്ങിയത്. മസ്കരാനസും പ്രവീൺ കുമാറും റൺസൊന്നും എടുക്കാതെ പുറത്തായി. സുനിൽ നരൈൻ 5 വിക്കറ്റും രജത് ഭാട്ടിയ 2 വിക്കറ്റും വീഴ്ത്തി. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് സ്കോർ 13 നിൽക്കെ ജാക്ക് ആലിസിന് നഷ്ടമായി. 23 റൺസ് എടുത്ത ഗംഭീറിനെ സ്വന്തം പന്തിൽ മസ്കരാനസ് പിടിച്ച് പുറത്താക്കി. പീയൂഷ് ചൗള ബൌളിംഗിനെത്തിയതോടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ബാറ്റിംഗിന് അടിപതറി. യൂസുഫ് പട്ടാനിയും ഷാക്കിബ് അൽ ഹസനെയും ചൗള പവലിയനിലേക്ക് അയച്ചു. 35 റൺസുമായി ദേവബ്രതാദാസ് പൊരുതി നോക്കിയെങ്കിലും ടീമിനെ വിജയത്തിലെത്തിക്കാനായില്ല. കൊൽക്കത്തൻ സ്കോർ 7 വിക്കറ്റിന് 132 റൺസിൽ അവസാനിച്ചു. And toss it in. What about that? That is an absolutely defense of a low total. Only 4 runs off the bat. 5 വിക്കറ്റ് എടുത്ത കൊൽക്കത്തൻ ബൌളർ സുനിൽ നരൈനാണ് മാൻ ഓഫ് ദി മാച്ച്. ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ 59 റൺസിന് രാജസ്ഥാൻ പരാജയപ്പെടുത്തി. He's hit this high and wide over cover, but it's going to be caught. ഓപ്പണർ അജിങ്ക്യ രഹാനെയുടെ കന്നി സെഞ്ചുറി രാജസ്ഥാൻ റോയൽസിന് ആതിഥേയരായ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെതിരെ 59 റൺസിന്റെ വിജയമാണ് സമ്മാനിച്ചത്. 5 കളികളിൽ 3ാം വിജയം നേടിയ പ്രഥമ IPL ചാമ്പ്യന്മാരായ രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്ക് ഉയർന്നു. അതേസമയം താരസമ്പുഷ്ടമായ ബാംഗ്ലൂർ തുടരെ 2ാം മത്സരത്തിലും തോൽവി വഴങ്ങി. 4 കളികളിൽ 3ഉം തോറ്റ ബാംഗ്ലൂർ ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. രഹാനെയും 4 വിക്കറ്റ് വീഴ്ത്തിയ സിദ്ധാർത്ഥ് ത്രിവേദിയും ചേർന്നാണ് ബാംഗ്ലൂരിന്റെ സ്വപ്നം തകർത്തത്. സ്പാനിഷ് ലീഗിൽ കിരീട പോരാട്ടം മുറുകുകയാണ്. റയൽ മാഡ്രിഡ് സ്പോർട്ടിംഗ് ഡി ജിജോണിനെ 3-1 നിലംപരിശാക്കി. الريال المهم يجد لا سندها بفارق 4 نقاط. إيغواين وحده في القائمة الثاني رغم وجود 5 مدافعين
Анхель Ди Мария тут же быстро встал, мяч к нему случайно отскочил, удар и... Герой! Криштиану Роналду! Отличный пас на Бензема. Все. Лавочку можно закрывать. Карим Бензема забивает третий мяч Реала. Именно он. ക്രിസ്ത്യാനോ റൊണാൾഡോ റയലിനായി പൊരുതിയപ്പോൾ ബാഴ്സലോണയെ വിജയത്തിലെത്തിച്ചത് മെസ്സിയായിരുന്നു. Fabregas with the outside of the foot. Messi, all he could do was head it up in the air. Might still latch onto it. Messi. Well, he's so... സ്വന്തം മണ്ണിൽ ബാഴ്സയ്ക്ക് തലവേദന സൃഷ്ടിച്ച തുടക്കമായിരുന്നു ലാവന്റയുടേത്. അതുകൊണ്ട് തന്നെ എതിരാളിയുടെ തട്ടകത്തിലിറങ്ങിയ ബാഴ്സലോണയും പെനാൽറ്റി വഴങ്ങി 22-ാം മിനിറ്റിൽ തന്നെ 1-0 പിന്നിലായി. So it'll be Barquero to take the penalty for Levante. Sends Valdez the wrong way. Sends Levante in front. And have... സെർജിയോ ബസ്കറ്റസിന്റെ ഹാൻഡ്ബോളിന് പിഴയായാണ് ബാഴ്സ പെനാൽറ്റി വഴങ്ങിയത്. ഗോൾ മടക്കാൻ കഠിന പരിശ്രമം നടത്തിയിട്ടും നിലവിലെ ചാമ്പ്യന്മാർക്ക് പിഴച്ചു. ഒടുവിൽ 64-ാം മിനിറ്റിൽ ലയണൽ മെസ്സി ബാഴ്സയുടെ സമനില ഗോൾ കണ്ടെത്തി. അലക്സിസ് സാഞ്ചസിന്റെ പാസിൽ നിന്നായിരുന്നു ഗോൾ പിറന്നത്. ലീഗിൽ മെസ്സിയുടെ 40-ാം ഗോൾ. 72-ാം മിനിറ്റിൽ ബാഴ്സയ്ക്ക് ലഭിച്ച പെനാൽറ്റി കിക്ക് ലക്ഷ്യത്തിലെത്തിച്ച് മെസ്സി നിലവിലെ ചാമ്പ്യന്മാർക്ക് വിലപ്പെട്ട 3 പോയിന്റ് സമ്മാനിച്ചു. ഇനി കായിക കേരളം. തിരുവനന്തപുരം ഓളി ഫാമിലി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അഖില കേരള വോളിബോൾ ടൂർണമെന്റിൽ പുരുഷ വിഭാഗത്തിൽ കേരള പോലീസ് ജേതാക്കളായി. ചുള്ളിമാനൂർ ഉദയ ഫ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ BPCL കൊച്ചിയെ പരാജയപ്പെടുത്തിയാണ് കേരള പോലീസ് കിരീടം ചൂടിയത്. കേരള പോലീസിന്റെ സർവീസോടെ ആരംഭിച്ച മത്സരത്തിൽ ഇരു ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിയത്. സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞ കാണികൾ കൈയടിച്ചും വാദ്യമേളങ്ങൾ മുഴക്കിയും കളി കൊഴുപ്പിച്ചു. കേരള പോലീസിന്റെ കൂറ്റൻ സ്മാഷുകൾക്ക് മുന്നിൽ അടിപതറിയ BPCL ആദ്യ സെറ്റ് 25-20 കൈവിട്ടു. തുടർന്നു വന്ന രണ്ടാം സെറ്റിന്റെ ആദ്യ പകുതി വരെ നല്ല പ്രകടനം കാഴ്ചവെച്ച കേരള പോലീസ് അവസാന പകുതിയിൽ കളി കൈവിട്ടു. അതിശക്തമായ തിരിച്ചുവരവ് നടത്തിയ BPCL ക്യാപ്റ്റൻ ടോം ജോസഫിന്റെ ശക്തമായ സ്മാഷുകൾക്ക് മുന്നിൽ കേരള പോലീസിന് പിടിച്ചു നിൽക്കാനായില്ല. 25-21 അവർ ആ സെറ്റ് നേടി. കേരള പോലീസിന്റെ സർവീസോടെ തുടങ്ങിയ മൂന്നാം സെറ്റിൽ അവർ കളിയിലേക്ക് തിരിച്ചുവന്നു. സ്കോർ 25-22. നാലാം സെറ്റ് വീണ്ടും 33-31 വിട്ടുകൊടുത്ത കേരള പോലീസ് അഞ്ചാം സെറ്റിൽ അതിഗംഭീരമായ തിരിച്ചുവരവോടെ 15-11 കളി നേടി. ആകെ 5 സെറ്റ് നീണ്ട മത്സരത്തിൽ 3 സെറ്റ് നേടിയാണ് കേരള പോലീസ് വിജയകിരീടം ചൂടിയത്. ഇതോടെ വാശിയേറിയ മത്സരത്തിന് പരിസമാപ്തിയായി. BPCLന് വേണ്ടി ക്യാപ്റ്റൻ ടോം ജോസഫ്, വിമൽ, രാജീവ് തുടങ്ങിയവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കളിയിലെ കേമനായി കേരള പോലീസിന്റെ കഫീൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ഉദയ ഗ്രന്ഥശാല പ്രസിഡന്റ് ശശികുമാരൻ നായർ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ദേശീയ താരങ്ങളെയും അർജുന അവാർഡ് നേടിയ താരങ്ങളെയും ടൂർണമെന്റിൽ ആദരിച്ചു. വനിതാ വിഭാഗം ഫൈനലിൽ 1-4 സെറ്റിന് KCB ചങ്ങനാശ്ശേരി അസംഷനെ പരാജയപ്പെടുത്തി. തുടക്കം മുതലേ KCB ആധിപത്യം പുലർത്തിയ മത്സരത്തിൽ അസംഷന് പിടിച്ചു നിൽക്കാനായില്ല. പിഴവുകൾ ആവർത്തിച്ചതും അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതും അവർക്ക് വിനയായി. വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ തന്നെ കളത്തിലിറങ്ങിയ KCB ആദ്യ സെറ്റ് അനായാസേന നേടിയെങ്കിലും രണ്ടാം സെറ്റ് വിട്ടുകൊടുത്തു. എന്നാൽ തുടർന്ന് വന്ന ഒരു സെറ്റിലും കളിയിലേക്ക് തിരിച്ചുവരാനുള്ള അവസരം അസംഷൻ മുതലാക്കിയില്ല. രണ്ട് മണിക്കൂർ നീണ്ട കഠിന പോരാട്ടത്തിനൊടുവിൽ അസംഷൻ KCBക്ക് മുന്നിൽ മുട്ടുമടക്കി. സ്കോർ 25-12, 16-25, 25-18, 25-17. മികച്ച പ്ലെയറായ KCBയുടെ ടിനി രാജുവിനെ തെരഞ്ഞെടുത്തു. വിജയികൾക്ക് സമ്പത്ത് MP ട്രോഫികൾ വിതരണം ചെയ്തു. ക്രിക്കറ്റ് അക്കാദമിയുടെ സമ്മർ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ശശി തരൂർ MP ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു.
10 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മർ ക്യാമ്പിൽ 17 വയസ്സിനു താഴെയുള്ള ആൺകുട്ടികളാണ് പങ്കെടുക്കുന്നത്. തലസ്ഥാന ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100ഓളം കുട്ടികളാണ് സമ്മർ ക്യാമ്പിലെത്തിയത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്ന ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പ് ക്രിക്കറ്റ് പ്രേമിയും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ ഉദ്ഘാടനം ചെയ്തു. ഏത് സ്പോർട്ടായാലും ശരി, മനുഷ്യന്റെ ഏത് ആക്ടിവിറ്റി ആയാലും ശരി, ഇംപ്രൂവ്മെന്റ് എപ്പോഴും നമുക്ക് സമയമുണ്ട്, സ്ഥലമുണ്ട്. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. വാട്ട് മാറ്റേഴ്സ് ഇസ് ദ സ്പിരിറ്റ്, ഹൗ യു പ്ലേ ദ ഗെയിം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കളിക്കേണ്ടത്, ഏത് മര്യാദയോടെ എല്ലാ റൂൾസിനെയും നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് നല്ല വിധത്തിൽ ആ സ്പോർട്ടിൻ്റെ ഇൻറ്റഗ്രിറ്റി റെസ്പെക്ട് ചെയ്ത് കളിച്ചാൽ നിങ്ങളാണ് അവസാനത്തിൽ മാച്ച് ജയിച്ചോ തോറ്റോ നിങ്ങളാണ് വിജയം, നിങ്ങളുടെ ആയിരിക്കും വിജയം. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും അത്ലറ്റുമായ പത്മിനി തോമസ് അധ്യക്ഷയായിരുന്നു. ഹീര ഗ്രൂപ്പ് എംഡി ഡോക്ടർ ബാബു, ജയ്ഹിന്ദ് TV എക്സിക്യൂട്ടീവ് എഡിറ്റർ ജയസിന്ധുകുമാർ എന്നിവർ സംസാരിച്ചു. മുൻ കേരള രഞ്ജി താരവും സീനിയർ ക്രിക്കറ്ററുമായ രംഗനാഥനാണ് ക്യാമ്പിലെ മുഖ്യ പരിശീലകൻ. രാവിലെയും വൈകിട്ടും എന്ന ക്രമത്തിൽ 2 ഘട്ടമായാണ് കുട്ടികളുടെ ക്രിക്കറ്റ് പരിശീലനം. 10 ദിവസത്തെ ക്യാമ്പിൽ മുതിർന്ന ക്രിക്കറ്റ് താരങ്ങളും കേരളത്തിന് വേണ്ടി കളിക്കുന്ന റൈഫി വിൻസെന്റ് ഗോമസ്, പി പ്രശാന്ത്, സോണി ചെറുവത്തൂർ തുടങ്ങിയവരും കുട്ടികൾക്ക് ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകും. ഇനി ക്രിക്കറ്റ് ക്ലിനിക്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് ഔട്ട്സൈഡ് ദി ഓഫ് സ്റ്റംപ് പന്ത് എങ്ങനെയാണ് ലീവ് ചെയ്യുക എന്നുള്ളതാണ്. ഓഫ് സ്റ്റമ്പിന് വെളിയിൽ പിച്ച് ചെയ്ത പന്ത് ലീവ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇനി സാധാരണയായിട്ട് ഫാസ്റ്റ് ബോളേഴ്സ് ബോൾ ചെയ്യുമ്പോൾ ബൗൺസേഴ്സ്, നിരവധി ബൗൺസേഴ്സ് എറിയാറുണ്ട്. അപ്പോൾ ഷോർട്ട് ബോൾ ബൗൺസർ വരികയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ ഔട്ടാവും, അല്ലെങ്കിൽ ഹുക്കോ പുള്ളോ അടിക്കാൻ പറ്റാത്ത ഒരു പന്തിനാണ് നമ്മൾ ഷോൾഡർ ലെവലിലോ അല്ലെങ്കിൽ ഷോൾഡറിന് മുകളിലോ പോണ പന്ത്. അത് സാധാരണയായിട്ട് മിഡിൽ സ്റ്റമ്പിൽ പിച്ച് ചെയ്ത് വരുന്ന പന്താവട്ടെ, അതുപോലെ തന്നെ ലെഗ് സ്റ്റമ്പിൽ പിച്ച് ചെയ്ത് പോകുന്ന പന്താവട്ടെ. അപ്പോൾ മിഡിൽ സ്റ്റമ്പിൽ പിച്ച് ചെയ്ത് ബാറ്റ്സ്മാന്റെ നേരെ വരുന്ന പന്ത്, അതായത് മിഡിൽ സ്റ്റമ്പിൽ പിച്ച് ചെയ്ത് ഉയർന്നു വരുന്ന പന്ത്, അതെങ്ങനെയാണ് ലീവ് ചെയ്യുന്നതെന്നാണ് നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പഠിക്കുന്നത്. വീണ്ടും ശ്രദ്ധിക്കുക, ഷോർട്ട് ബോൾ ബൗൺസറാണ്. ആ ബൗൺസർ സ്റ്റാൻസ് എടുത്തു, പന്ത് ഷോർട്ട് ബോൾ, അതായത് ഷോൾഡർ അല്ലെങ്കിൽ ഷോൾഡറിന് മുകളിൽ വരുന്ന പന്താണ് നമ്മൾ ലീവ് ചെയ്യുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നോക്കുക, ബാറ്റ്സ്മാൻ അവോയ്ഡ് ചെയ്യുന്നു. ഈ പന്തിൽ തന്നെയായിരിക്കണം, ബോഡി മാത്രമേ മാറുന്നുള്ളൂ. വീണ്ടും ശ്രദ്ധിക്കേണ്ടത്, സ്റ്റാൻസ് എടുത്തു, വീണ്ടും ഷഫിൾ ചെയ്യുന്ന ഘട്ടത്തിൽ കാല് ശകലം ഓഫ് സൈഡിലോട്ട് മാറിയെങ്കിലും പന്തിൻ്റെ ബൗൺസ് അനുസരിച്ച് ചെസ്റ്റ് അല്ലെങ്കിൽ ബോഡി പിന്നോട്ടാക്കുക. ഈ ഒരു ഘട്ടത്തിലും നമ്മുടെ ശ്രദ്ധ, പ്രത്യേകിച്ച് നമ്മുടെ കണ്ണു വന്ന് പന്തിൽ തന്നെയായിരിക്കണം, വിക്കറ്റ് കീപ്പർ പന്ത് കളക്ട് ചെയ്യുന്നവരെ. വീണ്ടും നോക്കുക, പന്ത് മൂവ് ചെയ്യുന്ന അനുസരിച്ച്, അതായത് പന്തിന്റെ ബൗൺസ് അനുസരിച്ച് ബോഡിയുടെ പൊസിഷൻ മാറ്റുന്നു. അതായത് പന്തിൽ തന്നെ നോക്കിയിരിക്കണം വിക്കറ്റ് കീപ്പർ കളക്ട് ചെയ്യുന്നവരെ. വേറൊരു കാര്യം നോക്കേണ്ടത്, ബാറ്റ് ഒരിക്കലും നമ്മൾ മുകളിലോട്ട് ഉയർത്തുന്നില്ല. ബാറ്റ് ഉയർത്തിക്കഴിഞ്ഞാൽ ഈ പന്തിൽ ബാറ്റോ അല്ലെങ്കിൽ ഗ്ലൗസോ കൊള്ളാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ബാറ്റ് നമ്മൾ ഈ ഘട്ടത്തിൽ ഉയർത്തുന്നില്ല. ബാറ്റിന്റെ പൊസിഷൻ, അതായത് ബാറ്റ് ലിഫ്റ്റിന്റെ അതേ ഹൈറ്റിൽ തന്നെ ആയിരിക്കണം ബാറ്റ് നിൽക്കേണ്ടത്. ബാറ്റ് ലിഫ്റ്റ് എടുത്തു, ഈ ഹൈറ്റിൽ തന്നെ ആയിരിക്കണം ബാറ്റ് നിൽക്കേണ്ടത്. ബാറ്റ് ഒരിക്കലും ഉയർത്താറില്ല. ഉയർത്തിൽ കഴിഞ്ഞാൽ പന്ത് ബാറ്റിൽ തട്ടി ക്യാച്ച് ഔട്ട് ആകാനായിട്ട് സാധ്യതയുണ്ട്. അവിടെ ബൗൺസേഴ്സ്, മിഡിൽ സ്റ്റമ്പിൽ വരുന്ന ബൗൺസേഴ്സ് ലീവ് ചെയ്യുമ്പോൾ ബാറ്റ് ലിഫ്റ്റിന്റെ അതേ ഹൈറ്റിലായിരിക്കണം ബാറ്റ് ഉള്ളത്. അതിനുശേഷം പന്തിന്റെ ഹൈറ്റ് അനുസരിച്ച് ബോഡി ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുക. പന്ത് കീപ്പർ കളക്ട് ചെയ്യുന്നവരെ പന്തിൽ തന്നെ നോക്കിയിരിക്കും. കായിക രംഗത്തെ കരുത്തുറ്റ പോരാട്ടങ്ങളുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അടുത്തയാഴ്ച ഇതേ സമയം. നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ, സ്പോർട്സ് ടൈം, ജയ്ഹിന്ദ് TV, കരിമ്പനാൽ ആർക്കേഡ്, ഇസ്പോർട്ട്, തിരുവനന്തപുരം. ഫോൺ 9947035136. Costume sponsored by Status Gents Wear, Safalim Complex, Palayam, Thiruvananthapuram.